ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരി പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രയുടെയും രവിയുടെയും 3 മക്കളും മരുമക്കളും തമ്മിൽ ചെറിയ ചെറിയ പിണക്കത്തിലാണല്ലോ. അതിന്റെ ഭാഗമായിട്ട് സച്ചിയും ശ്രീകാന്തും സുധിയും ടെറസിന്റെ മുകളിലാണ് കിടന്നുറങ്ങുന്നത്. സച്ചിയുമായിട്ടുള്ള പിണക്കം കാരണം തനിക്ക് ഉറക്കമില്ലാത്തതുകൊണ്ട് രേവതി കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വർഷ അങ്ങോട്ടേക്ക് വരുന്നത്. വർഷയ്ക്ക് തൊട്ട് പിന്നാലെ തന്നെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലോ. അങ്ങനെ 3 പേരും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വർഷ പറയുകയാണ്, എന്തായാലും നമ്മൾ 3 പേര് ഭർത്താക്കന്മാർ പിണങ്ങിയിരുന്ന നന്നായി, അതുകൊണ്ടാണ് നമുക്കിടയിൽ ഇങ്ങനെ ഒരു ബോണ്ടിങ് ഉണ്ടായത്. അതെന്തായാലും ഭാവിയിൽ നമ്മുടെ സ്നേഹബന്ധം കൂടുതൽ ദൃഢമാക്കാനായിട്ട് ഉപകരിക്കും എന്നൊക്കെ വർഷ പറയുന്ന സമയത്ത് ശ്രുതിയും രേവതിയും പരസ്പരം നോക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് വർഷ പറയുന്നുണ്ട്, ഇതുവരെ ശ്രീകാന്ത് ഞാനുമായിട്ട് പിണങ്ങിയിരുന്നിട്ടില്ല, അവൻ ആകെ സങ്കടമായി കാണും. പിന്നെ രേവതി ചേച്ചിയുടെ ഹസ്ബൻഡ് കാര്യം വിട്ടേക്ക്, അദ്ദേഹം എപ്പോഴും ഇങ്ങനത്തെ ഒരു സ്വഭാവമാണ്. പക്ഷെ എൻ്റെ ശ്രുതി ചേച്ചിയുടെ ഹസ്ബൻഡ് കാര്യം അങ്ങനെ അല്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രുതിയും അത് ശരിയാണെന്ന് പറയണം. ഈ ഒരു സമയത്താണ് ടെറസിന്റെ മുകളിൽ നിന്ന് ശ്രീകാന്തിന്റെയും ശ്രുതിയുടെയും ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുന്ന സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ തന്നെ ചെറു പുഞ്ചിരോട് തന്നെ രേവതി പറയുന്നുണ്ട്, അത് ശരിയാണ്, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഉറക്കമില്ല, പക്ഷെ ഇത് സങ്കടത്തിലല്ല എന്ന് മാത്രം എന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, വർഷ നമ്മുടെ ഭർത്താക്കന്മാർ നമ്മൾ പിരിഞ്ഞിരിക്കുന്നത് വളരെയധികം സന്തോഷത്തിലാണ്, കേട്ടില്ലേ മോളിൽ കിടന്ന് അട്ടഹസിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്ന നേരം പുലരുന്ന സമയത്ത് ഹാളിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും രവി. ഈ ഒരു സമയത്ത് ചന്ദ്ര രേവതി ചായ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത്, ചായ കുടിക്കണമെങ്കിൽ നീ അടുക്കളയിൽ പോയി എടുക്കണം, രേവതി പൂക്കടയിലേക്ക് പോയിരിക്കുകയാണെന്ന് പറയുമ്പോഴത്തേക്കും അവൾ പൂക്കട തുറന്നേ പിന്നെ ഈ വീട്ടിൽ ഒരു പണിയും ചെയ്യുന്നില്ല എന്ന് ചന്ദ്ര പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രവി പറയുന്നുണ്ട്, ഈ വീട്ടിലെ പണി തീർക്കുന്നില്ല എന്ന് ആരാ പറഞ്ഞ്, പുറത്ത് പോകും ജോലിക്ക് പോകുന്ന കൂട്ടത്തിൽ തന്നെ ഇവിടത്തെയും ജോലി എല്ലാം തന്നെ രേവതി ചെയ്ത് തീർത്തിട്ടാണ് പോകുന്നത്. അല്ല, രേവതി മോള് തന്നെ ചെയ്യണമെന്നത് ഇത്ര നിർബന്ധം നിനക്ക് ബാക്കി 2 മരുമക്കളും കൂടി ഇല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവരൊക്കെ പുറത്ത് ജോലിക്ക് പോകുന്നതല്ലേ, അവരെ കൊണ്ടൊക്കെ ഇങ്ങനെ ജോലി ചെയ്യാൻ പറ്റുമോ എന്ന് ചന്ദ്ര ചോദിക്കാറുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും പുറത്ത് ജോലിക്ക് പോകുന്നത് തന്നെയാണ് രേവതി, എന്നിട്ട് രേവതി ജോലികളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അത് പോട്ടെ, നിനക്ക് ഇവിടെ എന്താ ജോലി, നിനക്ക് ചെയ്യാവുന്ന ജോലിയൊക്കെ ഇവിടെ ഉള്ളൂ എന്നൊക്കെ രവി പറയുകയാണ്. അപ്പൊ ഇവരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി ടെറസിൽ നിന്ന് ഇറങ്ങി വരുന്നത് കേട്ടോ. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും ചന്ദ്ര വേഗം അതിശയത്തോടെ തന്നെ ശ്രുതിയോട് ചോദിക്കുന്നത്, എന്ത് പറ്റി, നീ എന്താ ഇന്നലെ ടെറസിലാണോ കടന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഇന്നലെ ഞാൻ ടെറസിലാണമേ കടന്നത്, ശരിയെന്ന് ഞാൻ പോയി ഫ്രഷ് ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഒന്നും മിണ്ടാതെ തന്നെ അകത്തേക്ക് കയറിപ്പോവാണ് കേട്ടോ. അപ്പൊ ഇന്നലെ രാത്രി ശ്രുതിയും പിണങ്ങിയാണ് കടന്നത്, അതുകൊണ്ടാണ് ഒരാൾ ടെറസിന്റെ മുകളിൽ കടന്നെന്നുള്ള കാര്യം ചന്ദ്രയ്ക്ക് മനസ്സിലാവുകയാണ്. അതുകൊണ്ട് തന്നെ ആകെ ടെൻഷനിലാണ് കേട്ടോ ചന്ദ്ര. ഈ ഒരു കാഴ്ച കാണുമ്പോൾ രവി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പറ്റിയ ചന്ദ്ര എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, കണ്ടില്ലേ മക്കള് തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടല്ലേ ശ്രുതി മോളിൽ നിന്ന് ഇറങ്ങി വന്നത് എന്നൊക്കെ പറയാണ് കേട്ടോ. അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവർ തമ്മിൽ തീർത്തണം, നീ എന്നെ തിടപെടാൻ നിൽക്കണ്ട എന്നൊക്കെ രവി പറയുകയാണ്. ശ്രുതി റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് ശ്രുതി ലാപ്ടോപ്പിൽ നോക്കി കണക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. വന്ന ഉടനെ തന്നെ പരസ്പരം രണ്ടുപേരും നോക്കുന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ മിണ്ടുന്നില്ല. ശ്രുതി വേഗം തന്നെ ബാത്റൂമിൽ കയറി ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഈ ഒരു സമയത്ത് ടെൻഷൻ താങ്ങാനാവാതെ ചന്ദ്ര ശ്രുതിയുടെ റൂമിന്റെ ഡോറ് തട്ടുകയാണ്. ശ്രുതി എന്ന് ഡോറ് തുറക്കുന്ന സമയത്ത് മോൾ എന്ത് ചെയ്യായിരുന്നു ചോദിക്കുന്ന സമയത്ത്, ഞാൻ കണക്കും കാര്യങ്ങളും നോക്കായിരുന്നു ആൻറ്റി, എന്താ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല ആൻറ്റി, ആർക്ക് തോന്നിയതായിരിക്കും, ഞാൻ കണക്കുകളൊക്കെ തീർക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഡോറ് പൊട്ടി അകത്തേക്ക് ചില്ലുകയാണ്. എന്നാൽ ഇരുവരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ ശ്രുതിയുടെ ഫേസിലേക്ക് നോക്കുമ്പോൾ ചന്ദ്രയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ്. റൂം പൊട്ടി അകത്ത് ചെന്നതിന് ശേഷം ശ്രുതി വീണ്ടും കണക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ശ്രുതി ദേഷ്യം കാരണം ഇരിക്കുന്ന കസേരയിലേക്ക് ഇടിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്, ഒന്നും വേണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി എന്നെ കല്യാണം കഴിക്കണ്ടായെന്നാണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുകയാണ്. ഈ ഒരു സമയത്ത് ശ്രുതി പറയുകയാണ്, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ആ ഒരു ജോലിക്ക് പോകണ്ടായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയാണ്ട്. അതിനുശേഷം ശ്രുതി എല്ലാ കാര്യങ്ങളും തുറന്നു പറയണ്ട, അതായത് നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജോലിക്ക് പോയത്, നീ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ജോലിക്ക് പോയത്, എനിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടും ഞാൻ എന്ത് ജോലിക്കാണ് പോയതെന്ന് നിനക്ക് അറിയാമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ശ്രുതിയെ സൂക്ഷിച്ചു നോക്കുകയാണ്. ഏത് സമയത്ത് ശ്രുതി പറയുന്നത്, ഞാനൊരു ഹോട്ടലിൽ വെയിറ്റർ ആയിട്ടാണ് പോയതെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതിക്ക് അത് ഭയങ്കര സങ്കടമാണ്. ശ്രുതി വേഗം തന്നെ ശ്രുതിയുടെ അടുത്തൊന്ന് പറയുന്നുണ്ട്, വെയിറ്ററായിട്ട് ജോലി ചെയ്യുന്നത് എന്തിനാ ശ്രുതി നിങ്ങൾ ജോലിക്ക് പോയെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, നീ കാരണമാണ് ഞാൻ അങ്ങനെ ജോലിക്ക് പോയത്, അന്ന് നീ പറഞ്ഞില്ലേ ജോലിയൊന്നും കിട്ടാതെ ഇങ്ങോട്ടേക്ക് വരരുന്നത്, ഒരു 8 ദിവസം കൊണ്ട് എവിടെ നിന്ന് എനിക്ക് ജോലി കിട്ടുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പണിക്ക് പോയതെന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രുതിയോട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് പണിക്ക് പോകാണ്ട്, ശ്രുതിയുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നല്ല ജോലി നേടിയെടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ടെങ്കിലും ശ്രുതി പറയുകയാണ്, ഇനി ഞാൻ ആരുടെ വാക്ക് കേൾക്കാനല്ല, മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ജീവിച്ചിട്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിരുന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും, മറ്റുള്ളവരെന്ന് ഉദ്ദേശിച്ച് എന്നെ ആയിരിക്കുമല്ലോ, ഞാൻ ശ്രുതിയുടെ ഒരു കാര്യത്തിൽ നിന്ന് ഇടപെടാൻ നിൽക്കുന്നില്ല, ശ്രുതിയുടെ ഇഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കുന്നവരെ നടക്കാം, അതുവരെ പണിയില്ലാതെ വീട്ടിൽ തന്നെ ഇരുന്നോളാനൊക്കെ ശ്രുതി പറയുകയാണ്. അങ്ങനെ അന്നേ ദിവസം ഇരുവരുടെ പിണക്കങ്ങളൊന്നും തന്നെ തീർന്നില്ല. ഈ ഒരു സമയത്ത് ചന്ദ്ര താഴത്തേക്ക് വന്നിട്ട് രവിയോടായിട്ട് പറയുന്നുണ്ട്, എന്തോ ഒരു വലിയ കാര്യം തന്നെ ശ്രുതിയുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, രണ്ടുപേരും തമ്മിൽ റൂമിൽ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, മാത്രമല്ല ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയാണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രവി പറയുകയാണ്, മക്കളാണെന്നുള്ളത് ശരിയാണ്, പക്ഷെ നീ എന്തിനാ അവരുടെ റൂമിൽ പോയി നിന്നിട്ട് അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ നിൽക്കുന്നത്,
നമ്മളെ ബാധിക്കുന്ന പ്രശ്നമാണെന്നാണെങ്കിൽ അവർ ഹാളിൽ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇടപെട്ടാൽ മതി. അവർ റൂമിൽ ഇരുന്ന് സംസാരിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഇടപെടേണ്ട കാര്യമേ ഇല്ല എന്നൊക്കെ ചന്ദ്രയോടായിട്ട് രവി പറയുകയാണ് കേട്ടോ. എന്നിരുന്നാലും ചന്ദ്ര ആകെ ടെൻഷനിലാണ്. പിന്നീട് കാണിക്കുന്നത് സച്ചിയാണെങ്കിലോ ശരത്ത് ചന്ദ്രയുടെ ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു വീഡിയോ ഫോണിൽ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഫോണിൽ നോക്കി പറയാണ്, നീ ഒരു കാലത്ത് നന്നാവാൻ പോകുന്നില്ല നിന്നെയൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വലിച്ചെറിഞ്ഞിട്ട് ബെഡിലേക്ക് തുരുതുര അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ തന്നെ രേവതി മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇത്രമാത്രം സച്ചിയെന്ന് ദേഷ്യപ്പെടാൻ എന്താ ഫോണിലുള്ളത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് സച്ചിയോട് കാര്യം തിരക്കുന്ന സമയത്ത് സച്ചി ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഫ്രഷ് ആവാനായിട്ട് ബാത്റൂമിലേക്ക് കയറി പോകണം. ഈ സമയത്ത് രേവതി എന്തായിരിക്കും സച്ചിയാണ് ഈ ഫോണിൽ കണ്ട് ഇത്രയധികം ദേഷ്യപ്പെട്ടത് എന്നും പറഞ്ഞുകൊണ്ട് ആ ഫോൺ എടുത്ത് നോക്കാനൊരുങ്ങുന്ന സമയത്താണ് സച്ചി ബാത്റൂമിൽ നിന്ന് തിരിച്ചിറക്കി വരുന്നത്. രേവതിയുടെ കയ്യിൽ ഫോൺ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ വേഗം ഓടി വന്നിട്ട് ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കാനിട്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നോടാരും എൻ്റെ ഫോൺ പരിശോധിക്കാൻ പറഞ്ഞത് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ഞാൻ വേറെ ആരുടെ ഫോണല്ല സച്ചിയുടെ ഫോണല്ലേ പരിശോധിച്ചത് എന്ന് രേവതി മറുപടി പറയാണ് കേട്ടോ. ഈ സമയത്ത് സച്ചി വീണ്ടും പറയുകയാണ്, ആരുടെ ഫോണായാലും അവരനുമതിയില്ലാതെ ഫോൺ എടുക്കുന്ന അത്ര നല്ല കാര്യമൊന്നും അല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, അല്ല സച്ചിന് ഇത്ര ദേഷ്യത്തോടു കൂടി തന്നെ എന്ത് കാര്യം ഫോണിൽ കണ്ടത്, അതെന്താണെന്ന് അറിയാനായിട്ട് ഞാൻ നോക്കിയതാണെന്ന് രേവതി പറയുമ്പോഴത്തേക്കും, അതെന്തായാലും നീ അറിയേണ്ട കാര്യമില്ല, കുറച്ചധികം കാര്യങ്ങൾ ഞാൻ ഈ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ട് ഇനി മേലാൽ എൻ്റെ ഫോൺ എടുത്താലെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് രേവതിക്ക് ഭയങ്കര സങ്കടമാവട്ടെ. അപ്പോൾ രേവതിക്ക് ഫീൽ ചെയ്തെന്ന് സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നിരുന്നാലും ശരത്തിന്റെ കള്ളങ്ങളെല്ലാം തന്നെ മറക്കുന്നതിന് വേണ്ടി എൻ്റെ സങ്കടങ്ങളെല്ലാം തന്നെ സച്ചി ഉള്ളിൽ ഒതുക്കുകയാണ്. അപ്പൊ സച്ചിയും രേവതിയും പിണങ്ങുന്ന കാഴ്ച പുറത്ത് നിന്നുകൊണ്ട് ചന്ദ്ര കാണിക്കുകയാണ്. സുധിയുടെ കാര്യത്തെ പോലെയല്ല രേവതിയും സച്ചിയും പിണങ്ങുന്ന കാണുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം രേവതി റൂമിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന സമയത്താണ് ശ്രീകാന്ത് ടെറസിൽ നിന്ന് ഇറങ്ങി വരുന്ന ചന്ദ്ര കാണുന്നത് കേട്ടോ. ടെറസിൽ നിന്ന് ഇറങ്ങി വരുന്ന ശ്രീകാന്തിനെ കാണുമ്പോഴത്തേക്കും ചന്ദ്ര കാര്യം തിരക്കുന്നുണ്ടെങ്കിലും ശ്രീകാന്ത് ചന്ദ്രയോടായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. എന്നിട്ട് രേവതിയുടെ അടുത്തുനിന്നോട് ചോദിക്കുന്നുണ്ട്, രേവതി ചേച്ചി ഇന്നലെ വർഷ ഭയങ്കര സങ്കടത്തിനായിരുന്നല്ലേ, ഞാനിതുവരെ അവളെ പിരിഞ്ഞിരുന്നിട്ടില്ല, അവള് ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടും കൂടി ഉണ്ടാവുകയില്ല എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് ഭയങ്കര സങ്കടത്തോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും രേവതിയായിട്ട് തുറന്നു പറയുകയാണ്. ഈ ഒരു സമയത്ത് രേവതി ശ്രീകാന്തിന് അങ്ങനെയൊന്നും അല്ല, വർഷയ്ക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശ്രീകാന്ത് ഒന്നും ഇതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. ശ്രീകാന്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷയും താനും നമ്മൾ ഇതുവരെ പിരിഞ്ഞിരുന്നിട്ടില്ല, അപ്പൊ അതിന്റെ സങ്കടത്തിൽ തന്നെ ഇന്നലെ കരഞ്ഞുകൊണ്ടായിരിക്കും വർഷ കടന്നുറങ്ങിയത് എന്നൊക്കെയാണ് കേട്ടോ. അവസാനം രേവതിയായിട്ട് തന്നെ പറയുക, ഒരു കാര്യം ചെയ്യും, നീ റൂമിൽ ചെന്ന് നോക്ക്, അവൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാലോ എന്നൊക്കെ പറയുന്നിട്ട് രേവതി അവിടെ നിന്ന് പോവുകയും ചെയ്യട്ടെ. രേവതി പോയതിന്റെ തൊട്ടുപുറകത്തിന്റെ ചന്ദ്ര ശ്രീകാന്തിനോടായിട്ട് ചോദിക്കുകയാണ്, അല്ല ഞാനിവിടെ നിന്നിട്ട് നീ എല്ലാ കാര്യങ്ങളും എന്തിനാ രേവതിയോട് തുറന്നു പറഞ്ഞത്, നിനക്ക് എന്നോട് തുറന്നു പറയാൻ പാടില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രീകാന്ത് ഒന്ന് രൂക്ഷമായിട്ട് ചന്ദ്രയെ നോക്കിയിട്ട് റൂമിലേക്ക് കയറിപ്പോൺ. റൂം തുറന്നു ചെല്ലുന്ന ശ്രീകാന്ത് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേ ശ്രീകാന്തിനാകെ ഷോക്കാവുക കേട്ടോ. അതിനുശേഷം വർഷയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്ത് ചെയ്യാന്ന് ചോദിക്കുമ്പോഴത്തേക്കും, നിനക്ക് കാണാൻ പാടില്ല, ഞാൻ ഡാൻസ് കളിക്കുകയാണെന്ന് വർഷ മറുപടിയും പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് ശ്രീകാന്ത് വീണ്ടും ചോദിക്കും, അപ്പം നമ്മൾ തമ്മിൽ പിരിഞ്ഞിരുന്നിട്ട് നിനക്ക് സങ്കടം തോന്നിയില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത്, അതിന് ഞാനെന്തിനാ സങ്കടപ്പെടുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവിടുന്ന് പോയത് നീയല്ലേ, എന്തായാലും ശ്രീകാന്ത് നീ ഇന്നലെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റി. നമ്മുടെ മുറി കിടക്കുന്ന ഒരു ചെറിയ കട്ടിലില്ലേ, ആ ഒരു കട്ടിലിന്റെ മുക്കാ ഭാഗം നീ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മര്യാദയ്ക്ക് കടന്നുറങ്ങാൻ പോലും സാധിക്കുന്നില്ല. പക്ഷെ ഇന്നലെ ഞാൻ നല്ല രീതിയിൽ തന്നെ കടന്നുറങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ഇഷ്ടമുള്ള രീതിക്ക് വേണമെങ്കിൽ കടന്നുറങ്ങാമായിരുന്നു എന്നൊക്കെ വർഷ പറയുമ്പോഴത്തേക്കും ശ്രീകാന്ത് ചോദിക്കുകയാണ്, അപ്പോൾ ഞാനില്ലായിരുന്നിട്ട് നിനക്ക് ഒന്നും തോന്നിയില്ല വർഷ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, എന്ത് തോന്നാനാ ശ്രീകാന്ത്, നീ നിന്റെ ഇഷ്ടത്തിനല്ല ടെറസിന്റെ മുകളിലേക്ക് പോയി കിടന്നത്, അല്ലാതെ നമ്മൾ തമ്മിൽ അത്ര വലിയ പിണക്കങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന് വർഷ ചോദിക്കുന്ന സമയത്ത്, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നിന്റെ അമ്മയാണ്, നിന്റെ അമ്മയോട് ഇനി നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ വരരുതെന്ന് പറയണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും, ഓ ശ്രീകാന്തിന്റെ അമ്മ നല്ലതാണല്ലോ എന്ന് വർഷ മറുപടി പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ അമ്മ നിന്നോടൊരു പിണക്കത്തിനും വരാറില്ല, നിന്നെ നല്ല രീതിയിൽ തന്നെയാണ് അമ്മ നോക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും, പ്രശ്നക്കാരി അപ്പൊ എൻ്റെ അമ്മയാണല്ലോ, ഒരു കാര്യം ചെയ്യാം, ഞാൻ വീട്ടിൽ ചെന്നിട്ട് അമ്മ കടന്നുറങ്ങുന്ന സമയത്ത് അമ്മയുടെ മുഖത്തേക്ക് തലേനെ എടുത്ത് വെക്കാം, പിന്നീട് അമ്മേനെ കൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ലല്ലോ എന്നൊക്കെ കളിയാക്കുന്ന രീതിക്ക് വർഷ സംസാരിക്കുമ്പോഴത്തേക്കും, ഞാൻ അങ്ങനെയല്ല വർഷ പറയും, നമ്മുടെ കുടുംബക്കാര്യത്തിൽ നിന്റെ അമ്മ ഇടപെടരുത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോഴത്തേക്കും, അതെങ്ങനെ പറയാൻ പറ്റും ശ്രീകാന്ത്, അമ്മയുടെ മോളല്ലേ ഞാൻ, അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ അമ്മ ഇടപെടുക തന്നെ ചെയ്യുമെന്നൊക്കെ വർഷ വാശിയോട് കൂടി തന്നെ പറയാട്ടെ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശ്രീകാന്തിന് ദേഷ്യം അടക്കാനാകുന്നില്ല. ശ്രീകാന്ത് വേഗം റൂമിൽ നിന്ന് ബാത്റൂമിലേക്കായിട്ട് ഫ്രഷ് ആവാനായിട്ട് കയറി പോകണം. അപ്പൊ ശ്രീകാന്തിന്റെ ഈ ഒരു സ്വഭാവം കണ്ടുകൊണ്ട് ദേഷ്യം അടക്കാനാകാതെ നിൽക്കുന്ന വർഷയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.